അവിടെ ഫുള്ള് ടെററിസ്റ്റ് ആണ്, നീ എന്തിനാണ് പോകുന്നത്, നിന്നെ കൊന്നളയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ജൂഷ് അല്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് കണ്ടാൽ ഇരുട്ടുന്നതിന് മുമ്പ് ഞാൻ അവിടെ നിന്ന് വിട്ടതിന്റെ കാരണം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഈ രാത്രിയൊക്കെ ഇവര് റെയ്ഡ് വരും, ഇസ്രായേലി ആർമി റെയ്ഡ് എന്നും പറഞ്ഞു വരും. അവർ വന്നിട്ട് ഇവിടെ ഉള്ള ഇവരുടെ ഈ ഫൈറ്റേഴ്സിനെയൊക്കെ പിടിക്കാൻ വേണ്ടിയാണ് വരുന്നത്. അപ്പൊ അവിടെ ചിലപ്പോൾ കോൺഫ്ലിക്റ്റ് ഉണ്ടാവാം. 18 years. She's very young. Yeah. So they kill many friends. I'm sorry. Never mind. നമസ്കാരം. മഹീൻ ഫാൻസുകാരൊക്കെ ഇപ്പം കരയാണ്. എന്തിനാ അവനെ കുറ്റപ്പെടുത്തുന്നത്? KFCയുടെ കാര്യം തന്നെ പറഞ്ഞ് അവനെ വേദനിപ്പിക്കുന്നത്. അവൻ യാത്രികനല്ലേ, സാഹസികനല്ലേ, ഒലക്കട മൂട്. അവൻ സാഹസികനായിട്ട് കാണുന്നവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങളെ അവൻ പറ്റിക്കുക. കഴിഞ്ഞൊരു 5-6 കൊല്ലമായിട്ട് ഇസ്രായേൽ എന്താ നമുക്കറിയാം. ഇസ്രായേലിലെ ഓരോ പ്രദേശങ്ങൾ എന്താണെന്നറിയാം. ഇവൻ പോകേണ്ട സ്ഥലങ്ങളിലൊന്നും പോയിട്ടില്ല. ഇവൻ ആകെ എവിടെ പോയത്? എയർപോർട്ടിൽ, പിന്നെ ടെല്ലവിൽ, പിന്നെ ഹൈഫയിൽ. പാലസ്തീനിൽ പോയി നല്ല കിണ്ണം കാച്ചി വ്ളോഗ് ചെയ്യുന്ന പയ്യന്മാരുണ്ട്, മനസ്സിലായി? കിണ്ണം കാച്ചി വ്ളോഗേഴ്സ്, അവരുടെ എല്ലാ കാര്യങ്ങളും. ഗാസ ഇവൻ ഒറ്റ ദിവസം പോയിട്ടില്ല. 3 കാര്യം ഒന്ന് പൊളിച്ചു തരാം. 3 കാര്യം. 1, ഇവന് ഹിച്ച് ഹൈക്ക് എന്നൊക്കെ പറഞ്ഞാൽ മതി, അതിനുള്ള യോഗ്യത അവനുള്ളൂ. അവന് ഹിച്ച് ഹൈക്ക് ചെയ്ത് കയറുന്ന വണ്ടികൾ പലതും ടാക്സിയാണ്. പിന്നെ ഇവൻ്റെ കൂട്ടുകാർ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്, ഇവിടെ നിന്നാൽ മതി, ഇന്ന ബസ് സ്റ്റോപ്പിൽ നിന്നാൽ മതി, ഞങ്ങൾ വണ്ടിയും കൊണ്ട് വരും, അതിൽ കയറും. പിന്നെ അവർക്ക് മലയാളം അറിയത്തില്ല. ഇവൻ ഇവിടെ കിടന്നു, ഞാനിവിടെ കുറേ നേരം നിന്നിട്ട് കിട്ടിയ വണ്ടിയാണ്. ഇത് ഇസ്രായേലിൽ വന്നിട്ടുള്ള കാര്യമാണ്, മറ്റുള്ള രാജ്യങ്ങളുടെ കാര്യം നമുക്ക് അറിഞ്ഞുകൂടാ. ഇസ്രായേലിൻ്റെ സംഭവങ്ങൾ നമുക്ക് അറിയാവുന്നതുകൊണ്ട് മാത്രമേ പറയുന്നത്. ഇവന് ഒരു യഹൂദൻ്റെ വണ്ടിയിൽ കയറിയിട്ട് യഹൂദൻ അവൻ്റെ കുടുംബത്തിലുള്ള ഒരു കൊച്ച് ഇതുപോലെ ഹമാസ് ഭീകരരെ കൊന്നു എന്നൊക്കെ പറയുമ്പോൾ സോറി പറഞ്ഞൊരു വീഡിയോ ഉണ്ട്. മഹിൻ സോറി പറയുന്നുണ്ട്. അതിൻ്റെ മഹിൻ ഫാൻസുകാർ കൊടുക്കുന്ന എക്സ്പ്ലനേഷനാണ് കേട്ടോ. അതായത് അവരോട് സോറി പറഞ്ഞത് വെയിറ്റ് ചെയ്യൂ, ഇനിയും വരാനുണ്ട് എന്ന അർത്ഥത്തിലാണ്. അതായത് യഹൂദൻ്റെ വണ്ടിയിൽ കയറിയിട്ട് യഹൂദൻ്റെ വണ്ടിയിൽ കയറി മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പം നിർഭാഗ്യവശാൽ ഇവൻ്റെ നിർഭാഗ്യം കൊണ്ട് അതിൻ്റെ അകത്ത് ആ വണ്ടി ഓടിച്ച ആളിൻ്റെ റിലേറ്റീവായിട്ടൊരു കുഞ്ഞ് ഇതുപോലെ ഹമാസ് ഭീകരർ തട്ടിക്കൊണ്ടുപോയി എന്ന കാര്യം ഇവനെ ഇന്ത്യക്കാരൻ എന്ന രീതിയിൽ കാണിക്കുമ്പോൾ അവനോട് അയാൾ സോറി പറയുന്നുണ്ട്. ആ സോറി ഇവൻ പറഞ്ഞത് എന്തിനാന്ന് അവൻ്റെ ഫാൻസുകാർ പറയുന്നത്, അപാരം തന്നെ, കേൾക്കണം കേട്ടോ. സോറി പറഞ്ഞത് വെയിറ്റ് ചെയ്യൂ, ഇനിയും വരാനുണ്ടെന്ന്. അതായത് അവൻ ഈ യഹൂദിൻ്റെ വണ്ടിയെ കയറിയിട്ട് യഹൂദിനോട് സോറി പറഞ്ഞത് ഇനി 2-3 പേരെ ഞങ്ങൾ കൊല്ലാനുണ്ടടാ എന്ന അർത്ഥത്തിലാണ്. ഇത്ര വിദ്യാഭ്യാസമുള്ള മദ്രസ. അതോടൊപ്പം തന്നെ വഴിയെ പോകുമ്പോൾ IDFനോട് നിങ്ങൾ IDFകാരാണോ? അതെ, ഓൾ ദി ബെസ്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ ഇവന് ഓൾ ദി ബെസ്റ്റ് പറയുമ്പം എന്തിനാണ് ഈ ഓൾ ദി ബെസ്റ്റ് പറയുന്നത് ചോദിക്കുമ്പം അവൻ്റെ ഫാൻസുകാർ പറയുന്നത് ലോക തീവ്രവാദികൾ ഇസ്രായേലികളാണ്, അവരോട് ഓൾ ദി ബെസ്റ്റ് പറഞ്ഞത് നീയൊക്കെ തീർന്നിടാ എന്ന അർത്ഥത്തിലാണെന്നാണ്. ഒന്ന് ഓർത്തോണേ. ഇപ്പോൾ ആരാ തീർന്നുകൊണ്ടിരിക്കുന്നത്? ഹമാസിൻ്റെ നേതാവ് എന്ത് ചെയ്യേ? ഹിസ്ബുള്ളയുടെ മറ്റ് നേതാക്കന്മാരൊക്കെ എന്ത് ചെയ്യേ? എല്ലാം ചാരമായില്ലേ? ഓർമ്മകളിൽ പോയില്ലേ? എല്ലാം ആയില്ലേ? അപ്പോൾ ആരാ തീർന്നുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ സിറിയയുടെ അവസ്ഥ എന്താ? ചരിത്രബോധം വേണ്ടേ? ചരിത്രബോധം കുറച്ചെങ്കിലും ഈ എഴുതിയിടുന്നവന്മാർക്ക് എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ടാൽ മതിയോ? എന്തായാലും ഇസ്രായേലിൽ വന്നിട്ട് കാണേണ്ട സ്ഥലങ്ങളൊന്നും അവൻ കണ്ടിട്ടില്ല. എന്നാൽ അവൻ്റെ ഹിഡൻ അജണ്ടയിൽ ചില സ്ഥലങ്ങൾ അവന്, ഉദാഹരണം, അലാം അടിക്കുമ്പം ഫോൺ ഇങ്ങനെ ഷേക്ക് ചെയ്തിട്ട് ഓടുക, ഞാനിപ്പം ബംഗറിലേക്ക് പോവുകയാണ്, ബംഗറിലേക്ക്. അപ്പോൾ ഇവിടെ 19,000 പേര് മലയാളികൾ ജോലി ചെയ്യുമ്പം ഈ അലാം അടിക്കുമ്പോഴും ഈ യുദ്ധ സാഹചര്യം ഉണ്ടായിട്ടും ഇന്ത്യയിൽ നിന്ന് ഇങ്ങോട്ട് ഫ്ലൈറ്റ് വിട്ടിട്ടും ഒരാൾ പോലും കയറിപ്പോകാതെ ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഞങ്ങളാണോ ധീരർ? ഒറ്റ ദിവസം കൊണ്ട് വന്നിട്ട് അലാം അടിച്ചിട്ട് അതിനെ ഭയങ്കരമായിട്ട് കാണിച്ച് ഞാൻ ബംഗറിലാണ് കിടന്നുറങ്ങിയത് എന്നൊക്കെ പറഞ്ഞ് കാണിച്ചാൽ അത് വിശ്വസിച്ചിട്ട് അവനാണ് ഭയങ്കര ധീരതയുള്ളവൻ, ഞങ്ങളൊക്കെ വെറും ആണെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ തെറ്റി. ഇതിങ്ങനെ പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? നമുക്ക് ഒരു രാജ്യത്തിൻ്റെ കൃത്യഘടന അറിയാം, മനസ്സിലായോ? ഈ രാജ്യത്തിൻ്റെ മുക്കും മൂലം അറിയാവുന്ന ഒരാളെന്ന രീതിയിൽ ഇവൻ പല സ്ഥലങ്ങളിലും പോയിട്ടില്ല. ഇവൻ ആകെ പോയിട്ടുള്ള 2-3 കൂട്ടുകാരുടെ വീട്ടിൽ പോയി, പിന്നെ ഒരു അഗ്രികൾച്ചറിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട് അവിടെയും പോയി. അത് അവർ വിളിച്ച് ആ കുട്ടിയുടെ യൂട്യൂബ് ഒന്ന് റീച്ച് ചെയ്യിക്കണം, അത്രേ ഉള്ളായിരുന്നു. ഞാൻ ഇന്നലെ ആ കുട്ടിക്ക് പേഴ്സണലി അല്ല, യൂട്യൂബിൽ കയറി പച്ചയ്ക്ക് ഞാൻ കമൻറ്റ് ഇട്ടിരുന്നു, ഒരു മറുപടി വീഡിയോ ഉണ്ടാവുന്നു. മറുപടി ഇത്രേ ഉള്ളൂ, ചേച്ചിക്ക് ഒരാൾ ഇൻ്റർവ്യൂ ചെയ്യുമ്പം ഏതൊക്കെ ചോദ്യങ്ങൾ ചോദിക്കണം എന്നുള്ള ചേച്ചിയുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അത് പ്രീ പ്ലാൻഡ് ആണെന്ന് തോന്നും മറ്റുള്ളവർക്ക്, മനസ്സിലായി? രണ്ടാമത്തെ ചോദ്യം തന്നെ ഇവിടെ 2 പേര് വിവാദപരമായിട്ട് പറഞ്ഞല്ലോ, അതിനുള്ള മറുപടി എന്താണെന്ന്. അപ്പോൾ ചേച്ചി അതിന് മുന്നേ 2-3-4 ദിവസം മുന്നേ ഇരുന്ന് പേനയും പേപ്പറൊക്കെ എടുത്ത് വിവാദങ്ങൾക്കുള്ള മറുപടി എന്ന് പറഞ്ഞ വീഡിയോ കണ്ടില്ലായിരുന്നോ? അപ്പം
വിളിച്ചു വരുത്തി പ്രീ പ്ലാൻഡ് ചെയ്താൽ മനസ്സിലാവാത്ത പൊട്ടന്മാരല്ല ഭൂരിഭാഗം ആൾക്കാരും. പിന്നെ മൂന്നാമത്തെ കാര്യം, ഇവിടെ 1.5 ലക്ഷം കിട്ടുന്നത് ഞങ്ങൾ നാട്ടിൽ ഇരുന്ന് ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് അതിൻ്റെ അകത്ത് താഴെ പറയുന്നത്. അതായത് താനാണ് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പാദിക്കുന്ന എന്നൊരു തോന്നൽ തനിക്കുണ്ട്. 1ാം ക്ലാസ്സിൽ പഠിച്ച ആളുകൾ പോലും താൻ സമ്പാദിക്കുന്ന കൂടുതൽ. അത് ശരിയാണ്. നിങ്ങളുടെ ഞമ്മേൻ്റെ ആൾക്കാർ 1ാം ക്ലാസ്സിൽ പഠിക്കാത്തവർ 1, 2, 3, 4, 5 ഉണ്ടാക്കുന്നുണ്ട്. ഒന്ന് ഇരുന്ന് കൊടുത്താൽ മതി. എവിടെ? ഫ്ലൈറ്റിൽ. മനസ്സിലായോ? മലദ്വാരത്തിൽ കൂടി സ്വർണം കടത്തിയൊക്കെ കോഴിക്കോട് എയർപോർട്ടിലൊക്കെ വരുന്ന ആൾക്കാരിൽ ഭൂരിഭാഗം ആൾക്കാർ ആരാണ്? ഒന്ന് ഇരുന്ന് കൊടുത്താൽ മതി കേട്ടോ. നമ്മളൊക്കെ കഷ്ടപ്പെട്ട് പഠിച്ച്, മനസ്സിലായോ? മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിൽ ചാണകം വീണ വീട്ടിൽ, അല്ലെങ്കിൽ ചാണകം കഴിഞ്ഞ വീട്ടിൽ, മഴ തൂറുന്ന വീട്ടിൽ നിന്നൊക്കെ കഷ്ടപ്പെട്ട് പഠിച്ച് വിദ്യാഭ്യാസം നേടി പിന്നീട് ഈ പഠിച്ച വിദ്യാഭ്യാസത്തിന് തത്തുല്യമായിട്ടുള്ള ഒരു ജോലി കേരളത്തിൽ കിട്ടത്തില്ലെന്ന് ഉറപ്പുണ്ടായിട്ട്, മനസ്സിലായോ? നമുക്ക് ഈ പിൻവാതിൽ നിയമം മുൻവാതിൽ നിയമം ഒന്നും നമുക്ക് താല്പര്യമില്ല. അതുകൊണ്ട് നമ്മൾ പഠിച്ച് അന്യരാജ്യങ്ങളിലേക്ക് പോയി നമ്മൾ മനസ്സോടെ ജോലി ചെയ്യുന്നത്, മനസ്സിലായി. ഇപ്പോൾ സൗദിയിലൊക്കെ ഹൗസ് ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്നവരുടെയൊക്കെ അവസ്ഥയും ദുരിതമൊക്കെ. നിങ്ങളുടെ വർഗത്തിൽപ്പെട്ട ഒരാളല്ലേ സിനിമയായിട്ട് ഇറങ്ങിയത് അല്ലേ? ആടുജീവിതം. എന്തായിരുന്നു അവസ്ഥ? അവിടെ എന്താണ്? ക്രിസ്ത്യാനിയുടെ ഇടയിൽ ജോലി ചെയ്ത ആളാണോ മുജീബ് എന്ന് പറയുന്ന വ്യക്തി? അതോ ഹിന്ദുവിൻ്റെ ഇതിൽ ജോലി ചെയ്ത ഒരാളാണോ? പച്ചയായ ആടുജീവിതം എന്ന ചിത്രം മുന്നിൽ നിൽക്കുമ്പം ഞമ്മേൻ്റെ വർഗത്തിൽപ്പെട്ടവരുടെ കീഴെ ജോലി ചെയ്യാനുള്ള അവസ്ഥയല്ലേ കാണിക്കുന്നത്? എന്തായാലും ആ ഒരു അവസ്ഥ യഹൂദൻ്റെ വീട്ടിൽ ജോലി ചെയ്യുന്ന, അല്ലെങ്കിൽ ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് ഉണ്ടായിട്ടില്ല. മനസ്സിലായോ? ഇവിടെ ഇത്രയും യുദ്ധ സാഹചര്യം ഉണ്ടായിട്ടും കൃത്യം 1-ാം തീയതി അല്ലെങ്കിൽ 10-ാം തീയതി ശമ്പളം കിട്ടും. ഇതുവരെ ഒരു ഇൻഷുറൻസും ഒന്നും മുടങ്ങിയിട്ടില്ല. കൃത്യമായിട്ട് ഞങ്ങൾക്ക് നാട്ടിൽ പോകാൻ പറ്റുന്നുണ്ട്, ഇൻഷുറൻസ് കിട്ടുന്നുണ്ട്, ഇങ്ങനെ പല വിധത്തിലുള്ള കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പോൾ പിന്നെ കള്ളം പറയേണ്ട കാര്യമുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ് ഫ്ലൈറ്റ് വിട്ടിട്ട് ഇവിടെ ജോലി ചെയ്യുന്ന എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആരാൻ പോകാത്തത്? എന്തുകൊണ്ടാണ് പോകാത്തത്? എടാ, സൂചി കുത്താൻ ഇടം കൊടുത്ത രാജ്യം പിടിച്ചുകൊണ്ട് പോകുന്ന നിൻ്റെയൊക്കെ ടീമിൻ്റെയൊക്കെ അവസ്ഥയൊക്കെ എല്ലാ രാജ്യങ്ങളും കണ്ടുകൊണ്ടിരിക്കുക, എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? അതുകൊണ്ട് എയർപോർട്ട് ഡ്രാമ തൊട്ട് ബിക്കിനി ഷട്ടി തൊട്ട് പിന്നെ ഈ ടാക്സി പരിപാടി എടുത്തിട്ട് ഹിച്ച് ഹൈക്കിങ് ചെയ്താണ് പോകുന്നുള്ള ഡ്രാമ തൊട്ട് ജൂതൻ്റെ വണ്ടിയൊക്കെ കയറിയിട്ട് സോറി പറയേണ്ട അവസ്ഥയിൽ ഇരവാദം തൊട്ട് IDF-നെ കണ്ടപ്പോൾ ഓൾ ദി ബെസ്റ്റ് പറഞ്ഞത് നീയൊക്കെ അങ്ങോട്ട് പാലസ്തീനിലോട്ട് ചെല്ല്, അവരങ്ങോട്ട് നിങ്ങളെ കൊന്ന് ഇങ്ങോട്ട് വിടും, അതിനുള്ള ഓൾ ദി ബെസ്റ്റാന്ന് പറയുമ്പോൾ പിന്നെ എന്തുകൊണ്ട് പാലസ്തീനിൽ ഇപ്പോൾ ഒരു ദിവസം കിടന്നില്ല? ഗാസ അവൻ കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? ഗാസ കണ്ടിട്ടുണ്ടോ അവൻ? പാലസ്തീനിൽ കാണേണ്ട സ്ഥലങ്ങൾ അവൻ കണ്ടിട്ടുണ്ടോ? ഇല്ല. അവൻ്റെ മുഖത്തെ ഭീതി അത് നിങ്ങൾ കാണണം. മനസ്സിലായോ? പാലസ്തീനിൽ പോയപ്പോൾ അവൻ്റെ മുഖത്തെ ഭീതിയുള്ളവൻ നിങ്ങളറിയാത്ത ഒരു രാജ്യത്ത് പോയിട്ട് കാണിക്കുന്നതെല്ലാം അത് അവിടെയുള്ള ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളാണ് എന്ന് വിശ്വസിക്കരുത്. ഇപ്പോൾ ഉദാഹരണം, തിരുവനന്തപുരത്തുള്ള ഒരു കൾച്ചറല്ല കൊല്ലത്തുള്ളത്, അല്ലെങ്കിൽ ആലപ്പുഴ ഉള്ളത്. ഈ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴയൊക്കെ അറിയാവുന്നവർക്ക് അതിൻ്റെ മൈന്യൂട്ട് വഴികൾ, ഊട് വഴികൾ, ഡേഞ്ചർ സ്ഥലങ്ങൾ, അല്ലെങ്കിൽ അവിടുത്തെ അപകടകരമായ സ്ഥലങ്ങൾ, അല്ലെങ്കിൽ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള സ്ഥലങ്ങൾ, അവസ്ഥകളൊക്കെ അറിയാൻ പറ്റും. അവിടെ പോയിട്ട് ഇതൊന്നും കാണിക്കാതെ 2 തെങ്ങും 2 മീനും കാണിച്ചുകൊണ്ട് വന്നാൽ ആ നാട്ടുകാർ പറയത്തില്ല ഇവൻ കാണേണ്ടത് കണ്ടിട്ടില്ല എന്ന്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇസ്രയേലിൽ അവൻ കാണേണ്ട സ്ഥലങ്ങൾ കണ്ടിട്ടില്ല. ഇവിടെ ഒരുപാട് പേര് ടൂർ പാക്കേജ് നടത്തുന്ന ഒത്തിരി പേര് ഇസ്രയേലുണ്ട്. അവൻ കൺസൾട്ട് ചെയ്തിട്ടില്ല. ഇവൻ ആകെ കൺസൾട്ട് ചെയ്തുള്ള 2-3 സെലക്റ്റീവ് ആൾക്കാർ. അവരുടെ വീട്ടിൽ പോകുന്നു, അവരുടെ വൈഫൈയിൽ ഇവൻ വീഡിയോ ഇടുന്നു. ഇത് തന്നെ. പാലസ്തീനി വൈഫൈ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. കാര്യം അത്യാവശ്യം വെള്ളം, ഇലക്ട്രിസിറ്റി, മെഡിസിൻ, ഭക്ഷണം, ടെക്നോളജിക്കൽ പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ജോലി ഉൾപ്പെടെ കേട്ടോ പറയുന്നുണ്ട്. ഇസ്രയേലിൽ പാലസ്തീനികൾക്ക് ജോലിയൊക്കെ നിഷേധിച്ച് പട്ടിണിയാണ്. ഇവിടെ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരേക്കാൾ, ശ്രീലങ്കക്കാരേക്കാൾ, ഫിലിപ്പീൻസിനെക്കാട്ടിൽ ഏറ്റവും കൂടുതൽ ശമ്പളം ഡോളർ ബേസിൽ മേടിച്ചുകൊണ്ടിരുന്നതാണ്. എങ്ങനെയാണ് വഴി മുട്ടിച്ചത്? ഒക്ടോബർ 7 എന്താ സംഭവിച്ചത്? അപ്പോൾ പറയും ഒക്ടോബർ 7 മുന്നേ എന്താണ്? 2000 വർഷം മുന്നേ നീയൊക്കെ പറയാറില്ലേ ക്രിസ്തുവിനെ ജൂതൻ കൊന്നു, റോമക്കാരാണ് കൊന്നത്. ഓക്കെ, റോമക്കാരാണ് വിചാരണ ചെയ്തത്. അതവിടെ നിൽക്കട്ടെ. ആ ഒരു നിങ്ങൾ പറയുന്നത് സത്യമാണെന്ന് വിചാരിച്ചോ? ജൂതന്മാരാണ് കൊന്നത്, സമ്മതിക്കുന്നു. 2000 കൊല്ലം മുന്നേ ജൂതന്മാരിവിടെ ഉണ്ടെന്ന് മനസ്സിലായോ? 2000 വർഷങ്ങൾക്കപ്പുറം ഇവിടെ ഫലസ്തീൻ്റെ എന്തെങ്കിലും ഒരു അടയാളം കാണിച്ചു തരാമോ? എന്തെങ്കിലും ഒരു അടയാളം നിങ്ങൾ നട്ട ഒരു ചക്കയുടെ അല്ലെങ്കിൽ ഒരു പ്ലാവിൻ്റെ കുരുവലും കാണിച്ചു തരാമോ? അല്ല, അറിയാൻ വേണ്ടി ചോദിക്കുക. ചരിത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ സംസാരിക്കുക. അതല്ലേ വേണ്ടത്. അപ്പം ഇനി എൻ്റെ അടുത്ത് മഹിനെതിരെ വീഡിയോ ചെയ്യാൻ പറയരുത്. കാരണം ഞാൻ മടുത്ത്. അതുകൊണ്ടാണ്, വേറൊന്നും കൊണ്ടല്ല.
മഹീന ഈ കാര്യത്തിൽ ഇസ്രയേലിൻ്റെ കാര്യത്തിൽ വെള്ളപൂശാൻ ഏതൊക്കെ യൂട്യൂബർമാർ വന്നാലും ഏതൊക്കെ ഇൻ്റർവ്യൂ ആരൊക്കെ ചെയ്താലും സത്യമായി തന്നെ നിൽക്കും. കാര്യം ഇവിടെ ഇസ്രയേലിൻ്റെ ദൈവം വലുതാണെന്നോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ദൈവം താഴെയാണെന്നോ ഒന്നുമല്ല, ഒരിതുമല്ല. കേരളത്തിൽ കിടന്ന് ഇസ്രയേലിന് എതിരെ സംസാരിക്കുന്നവരോടും പലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്നവരോടും ഇസ്രയേൽ എന്ത് സംഭാവന ചെയ്തോ, ഓരോ വീടുകളിലും ഇസ്രയേലിലെ ഒരു യഹൂദൻ സംഭാവന ചെയ്ത ഏതെങ്കിലും ഒരു ഇലക്ട്രോണിക് സാധനം ഉണ്ടാകും. എന്നാൽ ഫലസ്തീൻ സംഭാവന ചെയ്തത് എന്താണ് എന്നുകൂടെ ഒന്ന് ഇതിൻ്റെ താഴെ കമൻ്റ് ആയിട്ടിട്ടാൽ അംഗീകരിക്കാമായിരുന്നു. അതുകൊണ്ട് മോനുസെ ഞാൻ നിർത്തുകയാണ്. വെല്ലുവിളികൾ ഇപ്പോഴും ഏറെ തന്നെ കിടപ്പുണ്ട്. ഒന്ന്, KFC കഴിക്കരുത്, പാലസ്തീനിലോട്ട് ഫണ്ട് പോകും, പാലസ്തീൻ കുഞ്ഞുങ്ങളെ കൊല്ലാൻ വേണ്ടിയുള്ള ഫണ്ട് പോകും എന്ന് പറഞ്ഞ പ്രസ്താവന. അതുപോലെ തന്നെ ഡയറക്റ്റ് കിടപ്പുണ്ട്. എയർപോർട്ടിൽ കാണിച്ച ഡ്രാമ കിടപ്പുണ്ട്. യഹൂദിൻ്റെ വണ്ടിയെ കയറിയിട്ട് സോറി പറഞ്ഞതിന് ന്യായം കേട്ടോ, നിൻ്റെ ഫാൻസുകാരിട്ട ന്യായത്തെ ആണ് ഇവിടെ പൊളിച്ചടക്കിയത്. പിന്നെ IDFക്കാർക്ക് ബെസ്റ്റ് വിഷസ് കൊടുത്തത് IDFക്കാർ പാലസ്തീനിൽ പോയ IDFക്കാരെ അങ്ങ് തീർന്നു പോകും എന്നായിരുന്നെങ്കിൽ ഒറ്റ ദിവസം അങ്ങനെയായിരുന്നെങ്കിൽ നീ ഉറപ്പായിട്ടും പാലസ്തീനിൽ ഇപ്പോൾ ഒരു ദിവസം കിടക്കുമായിരുന്നു. നീ പാലസ്തീനിൽ കിടക്കാഞ്ഞത് നിന്നെ പാലസ്തീനിൽ വന്നിട്ട് ഈ പറയുന്ന IDFൻ്റെ ചാരന്മാർ പിടിച്ചുകൊണ്ട് പോകുന്നതാണെങ്കിൽ എന്ത് മണ്ടത്തരവാടാ പറയുന്നത്, എന്ത് പൊട്ടത്തരവാടാ പറയുന്നത്. 10-16 ദിവസം ഇസ്രയേലിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് നിന്നെ പിടിക്കാത്ത, അല്ലെങ്കിൽ നിന്നോട് ഒരു വാക്കുകൊണ്ട് പോലും നോട്ടം കൊണ്ട് പോലും നിന്നെ നോക്കാത്ത, മൈൻഡ് ചെയ്യാത്ത IDFകാരാണോ നീ നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ വന്ന് പിടിക്കുന്നത്? അപ്പോൾ നീ ഇസ്രയേൽ വഴിയല്ലേ പോയത്? അപ്പം ന്യായം പറയുമ്പം ഈ രാജ്യത്തിൻ്റെ സ്പന്ദനവും ഇടിപ്പും ഓരോ കാര്യങ്ങളും അറിയാവുന്നവരെ പൊട്ടന്മാരാക്കാം എന്ന് വിചാരിക്കരുത്. നീ പൊട്ടന്മാരാക്കി, നിൻ്റെ ഫാൻസുകാരെ പൊട്ടന്മാരാക്കിക്കോ, അവർ വിശ്വസിക്കും. കാര്യം അവർ നോക്കുമ്പോൾ ഇതൊന്നും അറിയത്തില്ലല്ലോ. നീ വഴി നിൽക്കുന്ന വണ്ടിയെ കയറുന്നു, ആഹാ അവിടെ തൊട്ടിപ്പുറം യഹൂദരിയിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു മറ്റേ ആൾക്കാരിരിക്കുന്നു, അപ്പോൾ അയ്യോ എന്ത് റിസ്ക് എടുത്താണ് പോകുന്നത്, മനസ്സിലായോ? അതുകൊണ്ട് നിൻ്റെ ലൈവ് കണ്ടിരുന്നു, ഒരുപാട് സന്തോഷം. കാര്യം നന്നായിട്ട് വേർക്കുന്നുണ്ടായിരുന്നു ലൈവിൽ. അതിൻ്റെ അകത്ത് നീ പറയുന്നുണ്ട്, ഒരു ചോദ്യത്തിൽ പറയുന്നുണ്ട് ഇസ്രയേലിലേക്ക് വരാൻ വേണ്ടി സാധാരണ എന്തൊക്കെ ഒരുക്കങ്ങൾ ഒരുങ്ങിയെന്ന്. കൃത്യം നീ പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ ഒരുപാടൊന്നും ഒരുങ്ങിയില്ല. എൻ്റെ കോൺടാക്റ്റിലെ പാലസ്തീൻ്റെ നമ്പറിൽ എടുത്ത് കളഞ്ഞു, പാലസ്തീൻ്റെ വീഡിയോസ് എടുത്ത് കളഞ്ഞു, എല്ലാം എടുത്ത് കളഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നതെന്ന്. എൻ്റെ മഹീനെ, നീ എന്താണെന്നും എവിടെയൊക്കെ പോയെന്നും എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അന്വേഷിക്കേണ്ടവരോട് അവർ അന്വേഷിച്ചിട്ടുണ്ട്, മനസ്സിലായി. എന്നിട്ടും ഒരു സംശയത്തിൻ്റെ മുൾമുന കൊണ്ട് പോലും ഇവിടുത്തെ സിസ്റ്റം നിന്നെ സംശയിക്കാതിരിക്കുന്നത് നീ ഇന്ത്യക്കാരനായതുകൊണ്ടും ഇന്ത്യ ഇസ്രയേൽ ബന്ധങ്ങളിൽ നമ്മുടെ പാസ്പോർട്ട് എന്ന് പറയുന്നത് ഇന്ത്യൻ പാസ്പോർട്ട് ആയതുകൊണ്ടുമാണ്, കേരള പാസ്പോർട്ട് ആയതുകൊണ്ടല്ല കേട്ടോ. ഇപ്പോൾ എന്തുകൊണ്ടാണ് കേരളത്തിൽ നിന്ന് കൺസെഷൻ വിസ പോലുള്ള ആൾക്കാരെ കൂടുതൽ എടുക്കാത്തതെന്നറിയാമോ? അതുകൊണ്ടൊന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും, മനസ്സിലായോ? പിന്നെ അഗ്രികൾച്ചർ വിസയിലെ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് ഒക്കെ പറയുന്നുണ്ട്. അതൊക്കെ പരമാർത്ഥമായ കാര്യമാണ്, മനസ്സിലായോ? എല്ലാ ജോലികൾക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ട്. ഇവിടെ കെയർ ഗിവർ മേഖലയിലുള്ളവരും വളരെ സുഖിച്ചൊന്നുമല്ല ജീവിക്കുന്നത്, മനസ്സിലായോ? പക്ഷേ 8-9 മണിക്കൂർ ജോലി ചെയ്താൽ ഒരു മാസം 1,40,000 തൊട്ട് 50,000 വരെ കിട്ടുന്ന ഒരു ജോലി ഉണ്ടെങ്കിൽ അത് വൺ ഓഫ് ദ ബെസ്റ്റ് എന്നത് കെയർ ഗിവർ സെക്ടർ ആയതുകൊണ്ടാണ് കെയർ ഗിവർ മേഖല തിരഞ്ഞെടുക്കാൻ ഒരുപാട് പേര് വരുന്നതും കെയർ ഗിവർ മേഖല തിരഞ്ഞെടുക്കുന്നവർക്ക് നമ്മളിലൂടെ ഇവിടെ ഇറങ്ങാൻ സാധിക്കുന്നത്, മനസ്സിലായോ? തേനും പാലും ഒഴുകുന്ന ഈ മണ്ണി വന്നിട്ട് ആരും പട്ടിണിയോടുകൂടി തിരിച്ചു പോയിട്ടില്ല, എത്ര യുദ്ധം വന്നാലും. പിന്നെന്താണ് ഫണ്ട് ഒഴുകുന്നെന്നോ? ഇത് പറയുന്നുണ്ട്, കുറേ ഇരവാദികൾ പറയുന്നുണ്ട് ഫണ്ട് ഇസ്രയേലിന് വേണ്ടി ഫണ്ട് ഒഴുകുന്നുണ്ടെന്ന്. ഇസ്രയേലിൻ്റെ ബ്രെയിൻ ഉപയോഗിച്ച് ഏതൊക്കെ രാജ്യങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ ഇന്ത്യ ഉൾപ്പെടെയുണ്ട്, മനസ്സിലായോ? കാർഗിലിൽ നുഴഞ്ഞു കയറിയ ആൾക്കാരെ കണ്ടുപിടിച്ചത് മൊസാദാണ്, പാലസ്തീൻ്റെ നിങ്ങൾ പറയുന്ന പോരാളികളല്ല എന്നും കൂടെ ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ മഹീനെ, മുന്നോട്ടുള്ള നിൻ്റെ എല്ലാ നല്ല കാര്യങ്ങൾക്കും ഓൾ ദി ബെസ്റ്റ്. നിലപാടുകൾക്കെതിരെ മാത്രമാണ് സംസാരിച്ചിട്ടുള്ളത്. നീ ചെയ്യുന്ന യാത്രകളും ഒക്കെ നിൻ്റേതായ ഹിഡൻ അജണ്ടകളും നിൻ്റേതായ ഇക്കണോമിക്കൽ പ്രോഫിറ്റ് ആയിട്ട് നീ കാണുന്ന കാര്യങ്ങളുമുണ്ട്. സ്വന്തം വർഗത്തെ നീ പറ്റിക്കാതിരിക്കുക. കാരണം ഇത് ഇസ്രയേൽ എന്നുകൊണ്ട് പറയുന്നത് ഇസ്രയേലിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്നതുകൊണ്ടും ഇസ്രയേൽ നീ 10-1 നീ കണ്ടിട്ടില്ല, പാലസ്തീൻ്റെ 10-1 പോലും നീ കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഇവിടെ UKV എക്സാം ഒക്കെ എഴുതാൻ പോകുന്ന ആൾക്കാർ 2 ദിവസം പോയി പാലസ്തീനിൽ താമസിച്ചിട്ടുണ്ട്, മനസ്സിലായോ? ഇസ്രായേലിൽ നിന്നുകൊണ്ട് UKക്ക് പോകാൻ ശ്രമിക്കുന്നവർ എക്സാം എഴുതാൻ പോകുന്ന സ്ഥലത്ത് പോലും നിന്നെക്കാട്ടിൽ ധീരതയുള്ളവർ പോയി അവിടെ നിൽക്കുന്നുണ്ട്, മലയാളികൾ കേട്ടാ. അപ്പം മക്കൾ പാലസ്തീൻ പോയി കണ്ടിട്ട് ഇസ്രായേൽ വന്ന് ചാച്ചിക്കോ, ഫാൻസുകാരെല്ലാം ഇരുന്ന് രോദനം ഇട്ടോ, നിങ്ങളുടെയൊക്കെ രോദനം മനസ്സിലാക്കുന്നു. അപ്പോൾ ഇനി എൻ്റെ അടുത്ത് വന്നിട്ട് മകനെതിരെ വീഡിയോ ചെയ്യാൻ പറയരുത്. കാര്യം ഇഷ്ടംപോലെ കണ്ടന്റ് കിടപ്പുണ്ട്,
ഒരുപാട് കെയർ ഗിവേഴ്സിൻ്റെ കാര്യമൊക്കെ ബന്ധപ്പെട്ട ട്രെയിനിങ്, ഇൻ്റർവ്യൂ, അവർക്ക് മോട്ടിവേഷൻ കൊടുക്കേണ്ട സമയമാണ്. അതുകൊണ്ട് മഹിൻ്റെ ഫാൻസുകാർ അൺസബ്സ്ക്രൈബ് ചെയ്ത് പൊക്കോളൂ.